എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമുണ്ട് കേരളത്തിൽ. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് സാലറി ഇല്ല, ഡോക്ടേഴ്സ് സാച്ചുറേറ്റഡ് ആയി, നീറ്റ് പഠിക്കണോ, ഭയങ്കര പ്രഷറാണ്, ഇനി MBBS പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, PG പഠിച്ചിട്ടും കാര്യമില്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്തിട്ടും കാര്യമില്ല, അത്തോളം സാച്ചുറേഷൻ ആയി, ജോലി സാധ്യത ഭയങ്കര കുറവാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്, ഭയങ്കര ഒരു നെഗറ്റീവ് സൈഡ്. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെഡിസിൻ ഒരു ഫീൽഡിനെ പറ്റി പറയാനുള്ള നെഗറ്റീവ്. ഇനി പോസിറ്റീവ് സൈഡ് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ഫീൽഡ് വെച്ചാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണോ പോകാൻ ജോലിക്ക്, അവിടുത്തെ എക്സാം എഴുതണമെന്നേ ഉള്ളൂ. അത് പാസ്സായി കഴിഞ്ഞാൽ ജോലി ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ ശമ്പളം കൊണ്ട് ജീവിക്കാം. ഇപ്പം MBBS കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, UK, US അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, ന്യൂസിലാൻഡ് കണക്കുള്ള രാജ്യങ്ങളിൽ എക്സാം എഴുതി പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജർമ്മൻ, ലക്സംബർഗ്, സ്പെയിൻ കണക്കുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചിട്ട് പോകാം. ഇപ്പം ജപ്പാന് വരെ പോകുന്ന ആൾക്കാരുണ്ട്, സിംഗപ്പൂരിൽ പോകാം. അങ്ങനെ ഇത്രയും ഒരു വൈഡ് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത് വേറൊരു ബ്രാഞ്ച് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു ഫീൽഡിന് ഒരു ലിമിറ്റ് ഇല്ലാത്തൊരു ഫീൽഡാണ്. ഇപ്പം നിങ്ങൾക്ക് സ്പേസിൽ പോകണോ, സ്പേസ് മെഡിസിൻ ഉണ്ട്. ഇപ്പം ബാക്കി കൺസ്ട്രക്ഷൻ മേഖലയായിട്ടുള്ള അല്ലെങ്കിൽ ഫാക്ടറി മെഡിക്കൽ ഓഫീസർ ജോബ്സ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോകണം, അവിടെ മെഡിക്കൽ ഓഫീസർ ജോബ് കിട്ടും. ISRO വർക്ക് ചെയ്യണം. എത്ര പേർക്ക് ISRO വർക്ക് ചെയ്യാൻ പറ്റും വേറെ ഏതെങ്കിലും പഠിച്ചിട്ട്? മെഡിസിൻ്റെ ISRO വർക്ക് ചെയ്യാൻ പറ്റും അവിടുത്തെ മെഡിക്കൽ ഓഫീസറായിട്ട്. ബാക്കി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഹോമിയോപതിയിൽ വർക്ക് ചെയ്യാം. എവിടെ വേണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ല IIT അല്ലെങ്കിൽ NIT കണക്കുള്ള സ്ഥലത്ത് മെഡിക്കൽ ഓഫീസറിനെയൊക്കെ വിളിക്കുന്നത്. അല്ലെങ്കിൽ പോർട്ടിൽ നമുക്കറിയാം ഇഷ്ടംപോലെ പോർട്ടിൽ ഇപ്പോൾ വരുന്നുണ്ട്, അവിടെയൊക്കെ മെഡിക്കൽ ഓഫീസർ വേണം. കൊച്ചിൻ പോർട്ടിൽ ഈ ഇടയ്ക്കും ഒരു കോൾ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു ഫോർ മെഡിക്കൽ ഓഫീസറിന്. ശമ്പളം കുറവാണ്, പക്ഷേ കോളുണ്ട്. NIT കാലിക്കറ്റിൽ ഉണ്ടായിരുന്നു, IIT പാലക്കാട് വിളിച്ചിട്ടുണ്ടായിരുന്നു, IIT മദ്രാസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻലെസ് ആണ് ഇതിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈവൻ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ട് MBBSൻ്റെ അവിടെ താല്പര്യമില്ല, ഒരു അഡ്മിനിസ്ട്രേറ്റ് ലെവലിൽ പോകണം, അവിടെയും ഉണ്ട് മെഡിക്കൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു മേഖലയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ ഈ മെഡിസിനുമായിട്ട് ടച്ച് ചെയ്യേണ്ട വേറെ രീതിയിൽ പോകാം, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ മേഖലയിൽ പോകാം, അല്ലെങ്കിൽ ഫാർമസി, ഫാർമക്കോളജി എടുത്തു കഴിഞ്ഞാൽ ഫാർമസി ആ ലെവലിൽ പോകാം. അപ്പം ഇതെന്ന് പറയുന്നത് ശരിക്കും എൻഡ്ലെസ് ആയിട്ടൊരു ഫീൽഡാണ്. ലിമിറ്റ്ലെസ് എന്നൊക്കെ നമ്മൾ ശരിക്കും പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ലിമിറ്റ്ലെസ് എന്ന് പറയുന്നത് മെഡിസിൻ ഫീൽഡാണ്. ഇനി കേരളത്തിൻ്റെ അവസ്ഥ, കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അവസ്ഥ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ വ്യവസ്ഥ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അസോസിയേഷൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ്, കേരള മെഡിക്കൽ PG അസോസിയേഷൻ, അല്ലെങ്കിൽ ബാക്കി ഡോക്ടേഴ്സ് അസോസിയേഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ അസോസിയേഷൻ, അല്ലെങ്കിൽ ഈവൻ FMG അസോസിയേഷനൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരാരും ഈ ഗവൺമെൻറ്റിനെതിരെ പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ PGക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് 56K ആണ്. ഒന്ന് മനസ്സിലാക്കണം, 56K വെച്ച് ഒരു കാരണവശാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജീവിത ചെലവ് വെച്ചാൽ അത്ര വലുതാണ്. ഇപ്പം ഒരു ആൾ PGക്ക് പഠിക്കണമെങ്കിൽ ഏകദേശം ഒരു 50,000-60,000 രൂപയ്ക്ക് നമ്മൾ കോച്ചിങ് എടുക്കണം. ആപ്പ് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. ഓൺലൈൻ ആണെങ്കിൽ കുറച്ച് ലാഭമാണ്, ഒരു 40,000 രൂപയൊക്കെ നിൽക്കും. ഓഫ്ലൈൻ ആണെങ്കിൽ അതൊരു 80-90 ആ റേഞ്ച് ആവും. പിന്നെ അത്രയും നാൾ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കണം. നല്ല ചിലവുള്ള ഒരു എക്സാമാണ് നീറ്റ് PG എന്നൊക്കെ പറയുന്നത്. ഒട്ടും നിസ്സാരമായിട്ട് കാണേണ്ട ഒരു സംഭവമല്ല. അപ്പോൾ ഇത്രയും എക്സ്പെൻസ് നമ്മൾ മുടക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 55-56 എന്ന് വെച്ചു. ഇതിൽ നിന്ന് ഒരു 75-80,000 രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഫീസ് അടയ്ക്കണം. അതിൽ നിന്ന് പിന്നെ CMAക്ക് പോകുമ്പോൾ ക്യാഷ് വേണം, PGയുടെ ഓരോരോ കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്യാഷ് വേണം. എനിക്കൊക്കെ എൻ്റെ തീസസ് വെക്കാൻ ശരിക്കും പ്രശ്നം ഉണ്ടാക്കിയത് TCMCയുടെ പ്രശ്നമാണ്, കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ പ്രശ്നമാണ്. അതിന് എന്നെക്കൊണ്ട് 6,000 രൂപ ഫൈൻ അടപ്പിച്ചു. ഒന്ന് ആലോചിച്ച് പോകണം. എല്ലാത്തിനും നമ്മൾ തൊട്ടേനും പിടിച്ചതിനൊക്കെ ക്യാഷ്, എങ്ങനെ ക്യാഷ് ഊറ്റിയെടുക്കാവുന്ന ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് MD എക്സാമിന് ശേഷം 10,000 രൂപ നമ്മൾ അടയ്ക്കണം PG സ്റ്റുഡൻറ്റ്. ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. മറ്റ് സ്റ്റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു PGക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് 1 ലക്ഷം രൂപയ്ക്ക് പുറത്താണ്. ഇപ്പം ഡൽഹിയിലാണെങ്കിലും UP ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും ഇവിടെയൊക്കെ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക്, ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത്. ഇപ്പം ESIC ഫരീദാബാദ് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റൈഫൻഡ് കൊടുക്കുന്നത്. 20 സംതിങ് എന്തോ അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് ഒരു SR ഷിപ്പിന് വരുന്ന സമയത്ത് കേരളത്തിൽ SR ഷിപ്പിന് കിട്ടുന്നതെന്ന് വെച്ചാൽ 72-76 ആക്കിയെന്നൊരു ന്യൂസുണ്ട്. എന്നാൽ നമുക്ക് 75 നോക്കിയാലും 75 ഉള്ളൂ. അതും ഈ ഇടയ്ക്കാണ് 75 ആക്കിയത്, ബാക്കിയൊക്കെ 72 ഉള്ളായിരുന്നു. സെയിം സമയം നമ്മൾ ഡൽഹിയിലോ ബാക്കി സ്റ്റേറ്റിലോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 120, 130 മിനിമം, ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ SR ഷിപ്പിന് കിട്ടുന്നത്. AP ശമ്പളം അത് കണക്ക് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അതിന് മുകളിൽ ഞാൻ പറയുന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു യൂണിഫൈഡ് ആയിട്ടൊരു സാലറി അല്ല അവർക്ക് കിട്ടുന്നത്. ഇപ്പം ഒരു ഡെർമറ്റോളജിയോ അല്ലെങ്കിൽ റേഡിയോളജിയോ എടുക്കുന്നവർക്കല്ല അനാട്ടമിയും ബയോകെമോ എടുക്കുന്നത്. ഭയങ്കര വ്യത്യാസമുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അപ്പം എസ്ആർഷിപ്പ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിന് ശേഷമുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ സ്കില്ല് കണക്കിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നല്ല സ്കിൽഡാണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ആൾക്കാർ അപ്രിസിയേഷൻ ഉണ്ട്, ആൾക്കാർ വരുന്നൊരു പ്രൈവറ്റിൽ ഇരിക്കുകയാണെന്ന് വെച്ചോ, സ്വന്തം ഓൺ പ്രൈവറ്റ് ആണെങ്കിലും ഒരു വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ കൂടി നിങ്ങളുടെ സ്കില്ല് അനുസരിച്ചായിരിക്കും പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. അത് ലിമിറ്റ്ലെസ് ആണ്. ഞാൻ പറയുന്നത്, എനിക്ക് പേഴ്സണലായിട്ട് ഒരാളെ അറിയാം, ആൾ വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് നമ്മൾ കേട്ടാൽ ഞെട്ടും. അപ്പം ഡോക്ടർമാർക്ക് ശമ്പളം ഇല്ല എന്നൊക്കെ പറയുന്നത്, അങ്ങനെ പറയുന്നവർ ഇതിന് ഈ ഫീൽഡിനെ കുറിച്ച് ശരിക്കും ബോധമില്ലാത്ത ആൾക്കാരാണ്. അതാണ് അങ്ങനെ പറയുന്നത്. ഈവൻ ഫാർമക്കോളജി എടുത്ത് വരെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. നല്ല എന്താ പറയുക, ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ പോകാൻ പറ്റും, നല്ലൊരു ബിസിനസ്സുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക്, ഒരുപാട് കാര്യങ്ങൾ. മെഡിസിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭയങ്കര വാസ്റ്റാണ്. അത് നമ്മുടെ ഒരു പാഷൻ നമ്മൾ കണ്ടുപിടിക്കുക, അതിലേക്ക് പോവുക, അത്രേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ ശരിക്കും മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുള്ള കാര്യത്തിൽ. പിന്നീട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, FMG സ്റ്റുഡൻസിനെ പറ്റി വലിയൊരു അധിക്ഷേപം കണക്ക് പറയുന്നുണ്ട്. FMG പഠിച്ചിട്ട് കാര്യമില്ല, FMGയിൽ പാതി പേര് പാസ്സാവുന്നില്ല. ഈ പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ FMG ആണ്, ഞാൻ കേരളത്തിൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇതേപോലെ ഒരുപാട് പേര് ഇന്ത്യ ഒട്ടുക്ക എയിംസിൽ കഴിഞ്ഞ തവണത്തെ നീറ്റിൽ 10ാമത്തെ റാങ്ക് പഠിച്ചത് ഒരു FMG കാരനാണ്. റേഡിയോളജി എൻ്റെ ബാച്ചിൽ പഠിച്ച എത്രയോ പേര് റേഡിയോളജി എടുത്തവരുണ്ട്, ഡെർമറ്റ് എടുത്തവരുണ്ട്, ന്യൂറോ സർജറി എടുത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ മേഖലയിൽ പോകുന്നു. ഇപ്പോൾ എൻ്റെ മലയാളി ബാച്ച് എടുത്താൽ തന്നെ 2-3 പേര് ഓർത്തോ എടുത്തിട്ടുണ്ട്, ബീഡ്സ് എടുത്ത ആൾക്കാരുണ്ട്, അനസ്തേഷ്യ എടുത്ത ആൾക്കാരുണ്ട്, ഒരുപാട് പേര് നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത്. അപ്പം FMG എടുത്തു കഴിഞ്ഞാൽ അതോടെ നിൽക്കും എന്നുള്ള കാര്യത്തിലല്ല, ശരിക്കും അത് കഴിഞ്ഞ് നല്ല ലൈഫ് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന FMG പാസ്സാവാതെ പലരും പല ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അവർ മാത്രമല്ല, BAMSകാർ, BDSകാർ, അല്ലെങ്കിൽ ബാക്കി ആ മേഖലയിലുള്ള പലരും പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ, ഈ ഇൻഷുറൻസിൻ്റെ മെഡിക്കൽ ഓഫീസർ ജോലിയുണ്ട്. ഞാൻ പറഞ്ഞ ഗവൺമെൻറ് ജോലിയല്ല, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന മെഡിക്കൽ ഓഫീസർ കണക്കൊരു ജോബ്. അത് പല ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ സ്റ്റാർ ഹെൽത്ത്, പിന്നെ അങ്ങനത്തെ ഒരുപാട് ജോബുണ്ട്. അപ്പോൾ ഈ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് ഇതിൻ്റെയൊക്കെ ഓൺലൈൻ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ അതിനൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പങ്കെടുത്തു, അവർക്ക് ഓക്കെയാണ്, ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞത് 20,000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 20 ഭയങ്കര കുറവല്ലേ, ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ചിട്ട് എനിക്കൊന്ന് ഏറ്റവും കുറഞ്ഞ ശമ്പളം അത്രയാണെന്ന് തോന്നുന്നു അവർ ഓഫർ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞ ഡയലോഗാണ്, 15,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും അവിടെ BAMSും BDSും ബാക്കി ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 20,000 രൂപ തരുമെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര കൺസിഡറായിട്ട് ചെയ്ത് തരുന്നതാണ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലും. അവിടുത്തെ ബാംഗ്ലൂർ ബേസ്ഡ് അല്ലെങ്കിൽ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും ബാക്കി മെഡിക്കൽ ഫീൽഡിലുള്ള സ്റ്റുഡൻസിനെയാണ് ഇപ്പോൾ അവർ ഹയർ ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 20,000 രൂപ 30,000 രൂപ കൊടുത്താൽ മതി. സെയിം സംഭവം കേരളത്തിലും പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഈ മെഡിക്കൽ ഫീൽഡിൽ സാച്ചുറേറ്റഡ് ആണ്, ശമ്പളമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ക്യാഷിന് വേണ്ടി ചെയ്യുന്നതല്ല, ഇത് സർവീസാണ്. ഇതൊരു സാറ്റിസ്ഫാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. വേറെ ഒരു ജോബിന് ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ അതൊരു